ഹലോ. അപ്പോൾ ഇത് സെല്ലുലാർ ഫിസിയോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ലെക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫിസിയോളജി എന്താണ്, സെല്ലുലാർ ഫിസിയോളജി എന്താണെന്നൊക്കെയുള്ളൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഈ ഫിസിയോളജി എന്ന് കേൾക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല, ആക്ച്വലി അത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സെൽ തിയറി, സെൽ പ്രിൻസിപ്പിൾ, സെൽ സ്ട്രക്ചറിൻ്റെ ഒരു ഔട്ട്ലൈൻ, അത്രയും മാത്രമേ നോക്കുന്നുള്ളൂ. അതിൽ ഈ ഫിസിയോളജി എന്താണ്, സെല്ലുലാർ ഫിസിയോളജി എന്താണെന്നുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷനും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ഫിസിയോളജി? ഫിസിയോളജി ഈസ് ദ സയൻസ് ഓഫ് സ്റ്റഡിയിങ് ദ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ്സ് മെക്കാനിസംസ് ഇൻ ബയോളജിക്കൽ വേൾഡ്. മനസ്സിലായോ? സംഭവം ഒന്നുമില്ല. ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കുറേ മെക്കാനിസംസ് ഉണ്ടല്ലോ, അതൊരു മെക്കാനിസംസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടല്ലോ. ആ ഒരു ഐഡിയ കൊടുക്കുന്ന സംഭവമാണ് ഫിസിയോളജി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വൈ ക്യാൻ ഹാർട്ട് അനാട്ടമിക്കലി ബീറ്റ്, നമ്മുടെ ഹാർട്ട് എന്തിനാണ് ബീറ്റ് ചെയ്യുന്നത്, ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു മെക്കാനിസം, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫിസിയോളജി. അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്സ്, 2 ഗ്രീക്ക് വേർഡ്സ് ആണ്. ഏതൊക്കെയാണ്? ഫിസിക്സ് മീൻസ് നേച്ചർ ആൻഡ് ലോഗോസ് മീൻസ് സ്റ്റഡി. നമ്മൾ പണ്ട് പഠിച്ച ഫിസിക്സ്, സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ആ ഒരു ഫിസിക്സ് ഒന്നുമല്ല, ഇതിൽ സിമ്പിൾ മെക്കാനിസംസാണ് പറയുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ്, അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ ബ്ലഡ് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്ന, അത് വെരി ബേസിക് ലെവലിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് ഈ ഫിസിയോളജി. അപ്പോൾ ഫിസിയോളജി ഈസ് എ സയൻസ് ഓഫ് സ്റ്റഡിയിങ് ദ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ്സ് മെക്കാനിസം ഇൻ ബയോളജിക്കൽ ബോഡി. നമ്മുടെ ബോഡിയിൽ ഉള്ള ഈ ഒരു മെക്കാനിസംസിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ആണ് പറയുന്നത് ഫിസിയോളജി എന്ന്. ഇനി ഗൈറ്റൺ ആൻഡ് ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് MBBS ഉള്ളത്. അതിനകത്ത് ഫിസിയോളജിയുടെ ഡെഫിനിഷൻ, കാരണം മെഡിക്കൽ കോഴ്സസിലൊക്കെ ബേസിക്സ് ഫസ്റ്റ് ഇയറിലുള്ള കോഴ്സസ് ആണല്ലോ ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാട്ടമി. അപ്പോൾ അതിൽ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഏതൊരു മെഡിക്കൽ കോഴ്സസിനും ഇനീഷ്യലി നമ്മൾ പഠിക്കേണ്ടത് ഫിസിയോളജിയാണ്. അപ്പോൾ ഫിസിയോളജീനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ABCD അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഫിസിയോളജി എന്താണെന്ന് മനസ്സിലാക്കി, സിമ്പിളായി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഫിസിയോളജി, അത്ര ഈസിയാണ്. ഓക്കെ. അപ്പോൾ ഫിസിയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇപ്പോൾ മെഡിക്കൽ റിലേറ്റഡ്, നമ്മുടെ ബോഡി റിലേറ്റഡ്, അതായത് ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചാണ് ഫിസിയോളജി. സയൻസ് ദാറ്റ് എക്സ്പ്ലെയിൻസ് എ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ്. നമുക്ക് കുറേ ഫിസിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, കെമിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുക, അതൊക്കെ നമ്മുടെ ഫിസിക്കൽ ഫാക്ടേഴ്സാണ്. നമ്മൾ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഇനി കെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡൈജഷൻ നടക്കുമ്പോൾ അതിൽ ഓരോരോ കെമിക്കൽസ്, ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ വന്ന് ആക്ട് ചെയ്യുക, അപ്പോൾ ബ്ലഡിൽ PCO2 മാറിയിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ ഈ ഓക്സിജൻ പോയിട്ട് ബോഡിയിലെത്തുക, ടിഷ്യൂസിലെത്തുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കെമിക്കൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ സെല്ലിലുള്ള ആ ഒരു ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതാണ് ഫിസിക്കൽ ഫാക്ടേഴ്സ്. These are responsible for the origin, development and progression of life. ഒറിജിൻ, അതായത് നമ്മുടെ ഒരു ലൈഫ് ഉണ്ടാകുന്നത്, നമ്മളെല്ലാവരും ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ തുടങ്ങിയിട്ട് ടിൽ നമ്മൾ വളർന്ന് നമ്മൾ മരിക്കുന്നത് വരെ ഉണ്ടാകുന്ന ആ ഒരു പ്രൊസീജിയേഴ്സ്. ഡെവലപ്മെൻറ്റ് മീൻസ് ഓരോരോ സിസ്റ്റംസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞൊരു സൈഗോട്ട് ഉണ്ടാക്കിയിട്ട് അത് ഡെവലപ്പ് ചെയ്തൊരു എംബ്രിയോ ആയിട്ട് നമ്മളൊരു കുട്ടിയായി മാറി നമ്മൾ മരിക്കുന്ന വരെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റൽ പ്രൊസീജിയേഴ്സും നമ്മുടെ ലൈഫിലെ ഓരോ പ്രോഗ്രഷനെ കുറിച്ചിട്ടും പഠിക്കുന്ന ഒരു സംഭവമാണ് ഫിസിയോളജി. ആക്ച്വലി ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയുടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ബ്രാഞ്ചാണ്. അപ്പോൾ ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ബയോളജി ആൻഡ് ഫിസിയോളജി. അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അതായത് നമ്മളൊരു ഓർഗാനിസത്തിനെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് ബയോളജി. ഇപ്പോൾ നമ്മളിപ്പോൾ ബയോളജി തന്നെ നമ്മൾ ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സുവോളജി, പിന്നെ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബോട്ടണി, അങ്ങനെ കുറേ സബ് ഡിവിഷൻ ഉണ്ടല്ലോ. പക്ഷേ ഫിസിയോളജിയിൽ ബോഡിലി ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, ബോഡിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡ് ഫീൽഡ് കവറിങ് മെനി ആസ്പെക്ട്സ്. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാടുണ്ട്. അതിൽ തന്നെ സുവോളജി, ബോട്ടണി, ആനിമൽസ്, പ്ലാന്റ്സ്, ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ്, എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ബ്രാഞ്ച് ഡീലിംഗ് വിത്ത് ഫങ്ഷൻസ്, ഒരു സ്പെസിഫിക് ബ്രാഞ്ചാണ്. നമ്മുടെ ഫങ്ഷൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സ്പെസിഫിക് ബ്രാഞ്ചിനെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത്. പിന്നെ
ഇൻക്ലൂഡ് വേരിയസ് ഡിസിപ്ലിൻസ്. ബയോളജിയിൽ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ സുവോളജി, ബോട്ടണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫിസിയോളജി, അനാട്ടമി എന്നൊക്കെ പറഞ്ഞിട്ട് ബയോളജിയിൽ കുറേ സംഭവങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷേ ഇനി ഫിസിയോളജിയിൽ വരുന്നത് എന്താണ്? പ്രൈമർലി ഫോക്കസ് ഓൺ ഓർഗൻ സിസ്റ്റംസ്. അതായത് നമ്മൾ ഒരു ഓർഗാനിസമാണ്. അപ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പല ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഓർഗൻ സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി. പിന്നെ ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഫീൽഡ് ഓഫ് ഫിസിയോളജിയാണ്. അതായത് ഫിസിയോളജിയിൽ ഏതൊക്കെ ഫീൽഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഫിസിയോളജി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു, ഫിസിയോളജി തന്നെ വേറെ വേറെ ടൈപ്സ് ഉണ്ട്. വൈറൽ ഫിസിയോളജി, ബാക്ടീരിയൽ ഫിസിയോളജി, സെല്ലുലാർ ഫിസിയോളജി, പ്ലാൻ ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മെയിൻലി പ്രൈമറിലി ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? സെല്ലുലാർ ഫിസിയോളജിയാണ്. അതായത് സെല്ല് എന്താണ്, സെല്ല് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സെല്ലിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്, അങ്ങനെ സെല്ലിൻ്റെ എല്ലാ ബേസിക്സും ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ദിസ് ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ. അപ്പോൾ സെല്ല് എന്താണ് സംഭവം എന്ന് തൊട്ട് നമ്മൾ തുടങ്ങും. അപ്പോൾ ഹ്യൂമൻ ഫിസിയോളജി ഈസ് എ സയൻസ് ഓഫ് സ്റ്റഡിയിങ് ദ റൂൾ ഓഫ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഇൻ ദ ബോഡി. അപ്പം നമ്മുടെ ഈ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ടല്ലോ ബോഡിയിൽ, അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന സംഭവത്തെ പറയുന്നതാണ് ഹ്യൂമൻ ഫിസിയോളജി. അപ്പോൾ ആനിമൽ ഫിസിയോളജി ഉണ്ട്, പ്ലാന്റ് ഫിസിയോളജി ഉണ്ട്, അങ്ങനെ കുറേ ഫിസിയോളജി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മെയിൻലി പ്രൈമർലി ഫോക്കസിങ് ഓൺ ഹ്യൂമൻ ഫിസിയോളജിയാണ്. അപ്പോൾ ഈ ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഓവർവ്യൂ നോക്കാം. ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ടേംസ്. എന്താണ്? ഫിസിക്സ് ആൻഡ് ഫിസിക്സ് മീൻസ് നേച്ചർ, ഓളജി മീൻസ് സ്റ്റഡി. അപ്പോൾ ഫിസിക്സ് ഇത് നമ്മൾ ഉദ്ദേശിച്ച നാച്ചറല്ല, ഇത് നേച്ചർ. നമ്മൾ നേച്ചർ പറയില്ല, മീൻസ് ഒരു സംഭവത്തിൻ്റെ വർക്കിംഗ് മെക്കാനിസം എന്താണ്, അങ്ങനെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്, ഇനി വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നതാണ് അത്. ഓക്കെ, ഇനി ഈ ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സും ഫങ്ഷനും ഉണ്ടാവും എല്ലാത്തിനും. അപ്പോൾ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ, നമ്മൾ ബ്രീത്ത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കൂടെ, നമ്മുടെ ബ്ലഡ് വെസൽസ് കൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എയർ ബ്രീത്ത് ചെയ്യുകയാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഒരു പ്രോസസ്സ്. അതൊരു പ്രോസസ്സാണല്ലോ. പിന്നെ ഫങ്ഷൻ മീൻസ് ഒരു ഫങ്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും അതിനൊരു ഫങ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രണ്ടും കൂടെ കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൗ ഡു വി ബ്രീത്ത്, അതെല്ലാം പ്രോസസ്സിലാണ് വരുന്നത്. എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്, ഹൗ ഡസ് ബ്ലഡ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഹൗ ഡു വി ബ്രീത്ത്, നമ്മൾ ബ്രീത്ത് എടുക്കണം, നമ്മുടെ മൂക്കിൽ കൂടെ പോയിട്ട് വിൻ പൈപ്പ് വഴി ലങ്സിലെത്തുന്നു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയറില്ലേ, ആ ഒരു മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ഫിസിയോളജി. ഇനി ഹൗ ഡസ് ബ്ലഡ് ഫ്ലോ, അപ്പോൾ ബ്ലഡ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വെസൽസ് വഴി ഓരോ മസിൽസ്, ഓർഗൻസ് എല്ലാത്തിലേക്കും ബ്ലഡ് എത്തുന്നത്, അങ്ങനെ. അപ്പോൾ RBCs എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഓക്സിജൻ. അപ്പോൾ RBC വഴി എങ്ങനെയാണ് ഓക്സിജൻ പോകുന്നത്, അപ്പോൾ അതൊക്കെ RBCയുടെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന എയർ അത് ബ്ലഡ് വഴി കയറി ബ്ലഡിൽ നിന്ന് ഈ ബ്രീത്ത് ചെയ്യുന്ന എയറിൽ നമുക്ക് വേണ്ട എന്താണ്? ഓക്സിജൻ. ആ ഓക്സിജൻ നമ്മുടെ RBC വഴി പോയിട്ട് വരുന്നു. അത് ഇനി ഇതിൻ്റെ ഫങ്ഷൻ, ഈ ഒരു പ്രോസസ്സിൻ്റെ ഫങ്ഷൻ ഇതെന്ന് പറഞ്ഞൊരു എക്സാമ്പിളാണ് കേട്ടോ. അല്ലാതെ ഇത് കാണാപ്പാഠം പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ ഇതുമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാനുള്ള ഒരു എക്സാമ്പിളാണ്. ഹൗ ഡു വി ബ്രീത്ത്, എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്, അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു, അപ്പോൾ നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, ആ ഒരു പ്രൊസീജിയറില്ലേ. അതും വൈ ഡസ് ദ ബ്ലഡ് ഫ്ലോ, അപ്പോൾ ഈ ബ്ലഡ് വന്നിട്ട് ലങ്സിലെത്തിയിട്ട് ഈ ബ്ലഡ് എന്തിനാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബ്ലഡ് എന്തിനാണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്, അത്. വൈ ഡു RBCs ട്രാൻസ്പോർട്ട് ഓക്സിജൻ എന്തിനാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ സംഭവങ്ങളൊക്കെയാണ് ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഒരു പ്രോസസ്സും ആ ഒരു പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫങ്ഷനും, അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കൂടെ കൂടിയ ഒരു സംഭവമാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്ത രണ്ടും കൂടെ കൂടിയ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ഫിസിയോളജി. ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ബോഡി എടുത്തു, ആ ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസും നടക്കുന്ന ആ ഒരു മെക്കാനിസം ഇല്ലേ, എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുന്നതും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സംഭവത്തിന് പറയുന്ന പേരാണ്, ആ ഒരു സബ്ജക്റ്റിന് പറയുന്ന പേരാണ് ഫിസിയോളജി. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ സ്ട്രക്ചർ അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സെല്ലിലേക്ക് വന്നു. അപ്പോൾ ഡെഫിനേഷൻ ഓഫ് സെൽ ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പെർഫോമിങ് ലൈഫ് ഫങ്ഷൻസ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ബോഡിയിൽ ഏതൊരു സംഭവം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്.
അപ്പോൾ സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് മീൻസ് നമ്മുടെ ഓരോ ബോഡിയും എല്ലാ ആൾക്കാരുടെയും എന്തൊരു ലിവിങ് ഓർഗാൻസ് ആയാലും അതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ബോഡി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ ഹെയർ തൊട്ടിട്ട് നെയിൽ തൊട്ടിട്ട് സ്കിൻ എല്ലാം സെല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. സെല്ലെന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണ്. ഇപ്പോൾ നമ്മളൊരു പീസ് എടുത്തു, ഒരു പീസ് ഓഫ് സ്കിന്നോ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് എന്തെങ്കിലും എടുത്തു, ഒരു ഓർഗനോ എന്തെങ്കിലും എടുത്തു, മുറിച്ചെടുത്തു. എന്നിട്ട് ആ മുറിച്ചെടുത്തിരിക്കുന്ന സാധനം നമ്മൾ കട്ട് ചെയ്ത് പോയി അത്രയും ചെറുതാക്കി. അത്രയും ചെറുതെന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന അത്രയും സ്മോളസ്റ്റ് പീസാക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിംഗിൾ സെല്ല് ഉണ്ടാവുമല്ലോ, ആ ഒരു സിംഗിൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, അതായത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ഫങ്ഷൻ ചെയ്യാൻ പറ്റും, പർട്ടിക്കുലറായിട്ട് ഒരു സ്ട്രക്ചറും ഉണ്ട് എന്ന് പറയുന്ന സാധനത്തിന് പറയുന്ന പേരാണ് സെല്ല്. അപ്പോൾ ഈ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ബോഡിയിൽ, ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊരു സാധനം എടുത്ത് നോക്കി കഴിഞ്ഞാലും അത് ഉണ്ടാക്കിയിരുന്ന സെല്ല് കൊണ്ടാണ്. ആ സെല്ല് എന്ന് പറഞ്ഞാൽ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് സെല്ലാണ്, അത്രയും സെല്ല്. അപ്പോൾ സെല്ലിൽ പല ടൈപ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് കൂടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോംപ്ലക്സ് ഓർഗാനിസമാണ് നമ്മൾ. അപ്പോൾ ഈ സെല്ലെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റേ സെല്ല് തന്നെ എടുക്കാം, നമ്മുടെ സെൽഫോൺ. അപ്പോൾ നമ്മുടെ സെൽഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു. അപ്പോൾ ആ സെൽഫോണിന് ഒറ്റയ്ക്ക് കോൾ ചെയ്യാൻ പറ്റും, പാട്ട് കേൾക്കാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽഫോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സെൽഫോണിനെ നമ്മൾ സെല്ലായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ സെൽഫോണും സെല്ലുമാണ്. അപ്പോൾ ഇതിന് സെൽഫോണിൽ കുറേ കമ്പണൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സെല്ലിന് കുറേ പാർട്സ് ഉണ്ട്. അപ്പോൾ സെല്ലിനേക്കാൾ ചെറുതായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ചെറുത് എന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോണിനേക്കാൾ ചെറുതാണ് മൊബൈൽ ഫോണിലുള്ള ബാറ്ററി, അല്ലെങ്കിൽ അതിലുള്ള ഡിസ്പ്ലേ, അല്ലെങ്കിൽ അതിലുള്ള ക്യാമറ, അതൊക്കെ ചെറുതാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ സെല്ലിൽ കുറേ ഓർഗനൽസ് ഉണ്ട്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ, സെല്ലിൻ്റെ അവയവങ്ങളുണ്ട്, അതിന് പറയുന്ന പേരാണ് ഓർഗനൽസ്. അപ്പോൾ ആ സെല്ലിന് കുറേ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഓരോ ഓർഗനലിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു ഫംഗ്ഷൻ ഇല്ല. അതുപോലെയാണ് ഇപ്പോൾ മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഓർഗനൽസും സ്പെസിഫിക്കലി നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു ഫംഗ്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ഈ ഓർഗനൽസ് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കി. ഈ മൊബൈൽ ഫോണിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അതായത് ഈ ഒരു മൊബൈൽ ഫോണിന് നമുക്ക് എല്ലാ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സെല്ലും. ഈ സെല്ലിലുള്ള എല്ലാ കമ്പണൻസും കൂടെ കൂടിയിട്ട് ഒരു കോംപ്ലക്സ് ഓർഗാനിസം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ടായി. അതിന് പറയുന്നവരാണ് ആ സെല്ല്. അപ്പോൾ ആ സെല്ല് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടാകും. അപ്പോൾ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ബോഡിയിലുള്ള ഒരു ചെറിയ സ്മോളസ്റ്റ് ഒരു ഇതിന് പറയുന്ന പേരാണ് സെല്ല്, യൂണിറ്റിന് പറയുന്ന പേരാണ് സെല്ല്. ആ യൂണിറ്റിന് എന്താണ് capable of performing life functions, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇനി ലൈഫ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓരോന്നിനും, ഇപ്പോൾ ബാറ്ററി ഇല്ലാതെ ഫോൺ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് സെല്ലുലാർ ഓർഗനൽസ് ഇല്ലാതെ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ സെല്ലിലും ഓരോരോ ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണെങ്കിലും ഓരോന്ന് മാത്രം എടുത്താൽ അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ സെല്ലിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസ് മാത്രം എടുത്തു, അതിനൊരു ഇൻഡിപെൻഡൻസ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്യാമറ മാത്രം എടുത്താൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഫോണിൽ അറ്റാച്ച് ചെയ്യാതെ വെറുതെ ഫോണിൻ്റെ ക്യാമറ കൈ പിടിച്ചോ അല്ലെങ്കിൽ ബാറ്ററി കൈ പിടിച്ചോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പക്ഷേ അതെല്ലാം കൂടെ ചേർന്ന് മൊബൈൽ ഫോൺ ആകുമ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് ഒരു സ്ട്രക്ചർ ഫോം ചെയ്താണ്, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്താണ് സെല്ല്. അപ്പോൾ അതിനാണ് ഇതുള്ളത്. ഇനി സെൽ തിയറിയുടെ മുമ്പ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ഹ്യൂമൻ ബോഡീസ്. ഒരുപാട് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് RBC, റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്തതിൻ്റെ എടുക്കുക, ആ ഒരു ഡ്രോപ്പിൽ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ബ്ലഡ് സെൽസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് ബ്ലഡ് ഉണ്ടാകുന്ന സെൽസിന് പറയുന്ന പേരാണ് RBC. അപ്പോൾ ഓരോ സെൽസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സെല്ലിനും ഓരോ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ല് കൊണ്ടല്ല, പല ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ്. ഇത്രയും നല്ല ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പം മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്ന സെൽസാണ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. ഇനി അടുത്തത് ഇമ്മ്യൂൺ സെൽസ്. ഇമ്മ്യൂൺ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ മാക്രോഫേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു ഫോറിൻ ഓർഗാനിസംസ് അല്ലെങ്കിൽ നമ്മുടെ റിലേജൻസ്, അങ്ങനെ മീൻസ് പുറത്തുനിന്നുള്ള ഒരു സംഭവം നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അവരെ പോയി ഫൈറ്റ് ചെയ്ത് കൊല്ലുന്ന ആൾക്കാരാണ് ഇമ്മ്യൂൺ സെൽസ്. അതിനൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എഗ് സെൽസ്.
എഗ് സെൽസ്, നമ്മുടെ എഗ്ഗും പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന സ്പേം സെൽസ്, ഈ എഗ്ഗും സ്പേം സെല്ലും കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ സെല്ലായി ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സൈഗോട്ട് ഉണ്ടായി എംബ്രിയോ ആയിട്ട് മനുഷ്യനാകുന്നത്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസാണ്. ഫീമെയിൽസിലാണ് എഗ് സെൽസ് ഉണ്ടാകുന്നത്, സ്പേം സെൽസ് മെയിലിലാണ് ഉണ്ടാകുന്നത്. റീപ്രൊഡക്റ്റീവ് സെൽസാണിത്. ഇനി അടുത്തത് ഫാറ്റ് സെൽസ്, നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഫാറ്റ്, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഫാറ്റില്ലേ, നമുക്ക് ഈ വണ്ണം വയ്ക്കാനുള്ള റീസൺ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ ഫാറ്റ് ഉണ്ടോ അതുണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റ് സെൽ കൊണ്ടാണ്. പിന്നെ എപ്പിത്തീലിയൽ സെൽ, എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഒരു കവറിങ്. അപ്പോൾ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസൊക്കെ കവർ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്ന് എല്ലായിടത്തും എവിടെയൊക്കെ കവറിങ് ഉണ്ടോ, നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വിസറൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ GIT എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡസ്റ്റൈൻ തുടങ്ങുന്നത് വായിൽ നിന്നാണല്ലോ, വായിൽ നിന്ന് ഇങ്ങനെ പോയി കുടൽ, വയറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈനിങ് ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. പിന്നെ മസിൽ സെൽസ്, നമ്മുടെ മസിൽസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മസിൽ സെൽസ് കൊണ്ടാണ്. പിന്നെ ബോൺ സെൽസ് എന്ന് പറയുന്ന പേരാണ് ഓസ്റ്റിയോക്ലാസ്റ്റ്, ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമ്മുടെ എല്ല് ഉണ്ടാക്കിയിരിക്കുന്ന സെൽസാണ് ബോൺ സെൽസ്. പിന്നെ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂറോൺസ് കൊണ്ടാണ്. പിന്നെ ന്യൂറോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ഏത് സെൽസ് വേണമെങ്കിൽ നമുക്ക് റീജനറേറ്റ് ചെയ്യും. പക്ഷേ ന്യൂറൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീജനറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ വൺസ് അത് എന്തെങ്കിലും ഡാമേജ് പറ്റി, ഇപ്പോൾ നമ്മുടെ ബ്രെയിന് അല്ലെങ്കിൽ സ്പൈനൽ കോഡിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് ഈ സെൽസ് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിന് രണ്ടാമത് ഉണ്ടാക്കാനുള്ള ചാൻസസ് കുറവാണ്. റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ടൊരു ഈ ഒരു സ്ലൈഡ് ഞാൻ വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ഹ്യൂമൻ ബോഡീസ് എന്ന് പറഞ്ഞ സ്ലൈഡ് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ടൈപ്പ് ഓഫ് സെൽസ് അല്ല കണ്ണിലുള്ള അല്ല, എല്ലിലുള്ള അല്ല, ബ്ലഡിലുള്ളത്, ഓരോന്നും ഡിഫറെൻ്റ് ആണ്. കാരണം ഡിഫറൻസിയേഷൻ വഴിയാണ് ഇത് ഉണ്ടാകുന്നത്. ഒരു സെല്ല്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് ഒരു സൈഗോട്ട് നിന്നാണ്. ആ സൈഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ്ഗും ഒരു സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. ആ സൈഗോട്ട് ഉണ്ടായിട്ട് അതിന് രണ്ട് സംഭവങ്ങളാണ് നടക്കുക, ഗ്രോത്തും ഡിഫറൻസിയേഷൻ. അതിന് വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രോത്തും ഡിഫറൻസിയേഷനിലും ഈ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടാണ് ആ ഒരു സെല്ലാണ് നമ്മുടെ ഫുൾ മനുഷ്യനായി മാറുന്നത്. നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരേ ഒരു സെല്ലിൽ നിന്നാണ്. അപ്പോൾ ഫീമെയിലിൻ്റെ ബോഡിയിലുള്ള എഗ്ഗിലേക്ക് മെയിലിൻ്റെ ബോഡിയിലുള്ള സ്പേം സെല്ല് വന്ന് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാവും. ആ ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് എല്ലാ മനുഷ്യന്മാരും എല്ലാ ഓർഗാനിസംസും ഡിറൈവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് സെൽ തിയറി എന്താണെന്ന് നോക്കാം. അപ്പോൾ സെൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലിവിങ് സെൽസ്. ഇപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും സെല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആനേനെ എടുക്കാം, ആന സെല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉറുമ്പിനെ എടുക്കാം, ഉറുമ്പ് സെല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൊണ്ടാണ്. അതാണ് സെൽ തിയറി പറയുന്നത്. പിന്നെ സെൽസ് ആർ ദ സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ്സ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ഏതൊരു ലിവിങ് തിങ്സിനെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ് സെല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സെൽഫോണും അതിലുള്ള ഓർഗനൈസും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോളസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു യൂണിറ്റ്, അപ്പോൾ അതായിരിക്കും സെൽ. അപ്പോൾ ഇതാണ് പോസ്റ്റുലേറ്റ്സ്. പിന്നെ ഓൾ സെൽസ് കംസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ത്രൂ സെൽ ഡിവിഷൻ. അപ്പോൾ എല്ലാ സെൽസും ഉണ്ടാകുന്നത് സെൽ ഡിവിഷൻ വഴിയാണ്. അത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് നിന്നാണ് ഉണ്ടാകുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എംബ്രിയോ എന്ന് പറഞ്ഞൊരു സെല്ല് ഉണ്ടാകുന്നത്, നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു സൈഗോട്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസേഷൻ, ഒരു സൈഗോട്ട് ഫോം ചെയ്തത്, അത് വളർന്ന് ഇത്രയും വലിയൊരു മനുഷ്യനായി, ഒരു ചെറിയ കുട്ടിയെ, ആ കുട്ടി വളർന്ന് വലുതായി ഒരു വലിയൊരു മനുഷ്യനാവുക. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? സെൽ ഡിവിഷൻ എന്നാണ്. അപ്പോൾ സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷനൊക്കെ നടന്നിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് സെൽ തിയറിയുടെ 3 പോസ്റ്റുലേറ്റ്സ്. ഈ സെൽ തിയറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന 3 പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഒന്നെന്ന് പറഞ്ഞാൽ ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസ് ആർ ദ സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ്സ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. 3 എന്ന് പറഞ്ഞാൽ ഓൾ സെൽസ് കംസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ത്രൂ സെൽ ഡിവിഷൻ. അപ്പോൾ സെൽ ഡിവിഷൻ വഴി ഒരു പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു സെല്ലിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു
ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാകുന്ന സമയത്ത് ഒരൊറ്റ സെല്ലായിരുന്നു. ആ ഒരു സെല്ല് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു ഫീറ്റസ്, ഒരു കുട്ടി ഉണ്ടാകുന്നത്. ആ കുട്ടി ഇപ്പം നമ്മൾ തന്നെ എടുക്കാം, 1 വയസ്സുള്ള കുട്ടിയുടെ വളർച്ചയല്ല 2 വയസ്സിന്. അപ്പോൾ എന്താ ഗ്രോത്തും ഡിഫറൻസിയേഷനും സംഭവിക്കുന്നുണ്ട്. 2 വയസ്സുള്ള കുട്ടിയുടെ ആണോ 10 വയസ്സ്, 10 വയസ്സ് കഴിയുമ്പോൾ ഉള്ളതാണോ 20. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ആണ്. ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്, അത് അറ്റൈൻ ചെയ്യുന്നവർ, ഒരു യൂത്ത്, ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നവർ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് സെൽ തിയറി പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, ഡെഫിനിഷൻ. ഇനി നമ്മൾ ഡെഫിനിഷൻ നോക്കി, സെൽ തിയറി നോക്കി. ഇനി സെല്ലിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കാം. ഇപ്പോൾ നമ്മൾ സിംപ്ലി കാണുന്നൊരു സെല്ലിൻ്റെ പിക്ചറിൽ എന്താ ഉണ്ടാവുക, കുറേ ഓർഗനൽസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ സെല്ലിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ഹ്യൂമൻ സെൽസും ഉണ്ടാവും, ആനിമൽ സെൽസും ഉണ്ടാവും മെയിൻലി. ഹ്യൂമൻ സെൽസും ഉണ്ടാവും, പ്ലാന്റ് സെൽസും ഉണ്ടാവും. ഈ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ സെൽസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ സെൽ വാളും കൊണ്ട് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ പ്ലാന്റ് സെൽസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സെൽ വാൾ കൊണ്ടാണ്. അതൊരു റിജിഡ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് പ്ലാന്റ് സെല്ലിന് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണെന്ന് പറയാം. പക്ഷേ ഹ്യൂമൻ സെല്ലിന് ഇപ്പം ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാന്റ് സെല്ലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനൊരു പെർട്ടിക്കുലറായിട്ടൊരു ഷേപ്പ് ഉണ്ട്, ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അതേസമയം ഇതൊരു ആനിമൽ സെല്ലാണെന്ന് വിചാരിക്കുക. ആനിമൽ സെല്ലിന് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഷേപ്പില്ല. പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ മറ്റടുത്ത് സെൽ വാളായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ആനിമൽ സെൽസിന് സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പക്ക ഒരു ഷേപ്പില്ല. പക്ഷേ ഏകദേശം ഒരു സ്ഫെറിക്കൽ, ഒരു റൗണ്ട് പോലത്തെ ഷേപ്പാണ്. പക്ഷേ പക്കായിട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഇന്നൊരു ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആനിമൽ സെൽസിന് പലതും പല ഷേപ്പാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എഗ്ഗിന് റൗണ്ട് ഷേപ്പാണ്, എഗ് സെല്ലിന്. അതേസമയം RBC, നമ്മുടെ ബ്ലഡില്ലേ, റെഡ് ബ്ലഡ് സെൽസ്, അതിൽ ബൈക്കോൺകേവ് ഷേപ്പാണ്. അപ്പോൾ ഓരോ സെല്ലിനും ഓരോ ഷേപ്പാണ്, മനസ്സിലായി. സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ഉണ്ട്, പല സെല്ലിനും പല ഷേപ്പാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ ഔട്ടർ മോസ്റ്റ് ലെയർ ഇതായതും കൊണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ആയതുകൊണ്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഷേപ്പില്ല. ഇനി എന്തൊക്കെയാണ് സെല്ലിൻ്റെ പാർട്ട് സ്ട്രക്ചർ എന്ന് നോക്കാം. അപ്പോൾ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് 2 സംഭവം കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 2 സംഭവം കൊണ്ടൊന്നല്ല, ലൈക്ക് സെല്ലിൻ്റെ ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനാണ്. സെല്ലിൻ്റെ ചുറ്റും അവസാനം കാണുന്ന ഒരു ലെയർ കണ്ടോ, ഇപ്പം ഒരു ഇത് കണ്ടോ, ഒരു ബൗണ്ടറി പോലെ, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ആ ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഈ റോസ് കളർ, അതായത് ആ വൈറ്റ് ഔട്ട്ലൈനുള്ള റോസ് കളർ ഉണ്ടോ, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള സംഭവത്തിൻ്റെ പേരാണ് സൈറ്റോപ്ലാസം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന സംഭവമാണ് സൈറ്റോപ്ലാസം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറിൽ കണ്ടോ, ആ മഞ്ഞ കളറിലുള്ള സാധനമാണ് സൈറ്റോപ്ലാസം. ഇപ്പം നമ്മളൊരു ഡൈനിങ് ടേബിൾ എടുത്തു, ആ ഡൈനിങ് ടേബിളിൽ 2 പാത്രം വെച്ചു എന്ന് എഴുതുക. ആ പാത്രങ്ങളാണ് അതിലുള്ള ഓർഗനൽസ്. അപ്പോൾ ആ ഡൈനിങ് ടേബിൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. അതായത് മൊത്തത്തിൽ ആ ഒരു ആ ഏരിയയിൽ 2 സംഭവങ്ങൾ വെച്ചു. ഇപ്പോൾ ആ ഡൈനിങ് ടേബിളിൽ ഒരു ഗ്ലാസ്സും ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസും പാത്രവും എന്താ, അതിലുള്ള സംഭവങ്ങളാണ്. അതിൽ വേറെ 2 സംഭവങ്ങളുണ്ടെന്ന് വെച്ചാണ്. അവരിയ്ക്കുന്ന ഒരു ബേസില്ലേ, ഒരു മാട്രിക്സ് ബേസ്. അപ്പോൾ ആ ഒരു ബേസാണ് സൈറ്റോപ്ലാസം. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ ഓർഗനൽസും. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ 2 സംഭവങ്ങളുണ്ട്, സൈറ്റോസോളും ഓർഗനൽസും. ഇപ്പം നമ്മൾ അത്തപ്പൂക്കളം ഇടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പൂക്കളത്തിൻ്റെ ബേസില്ലേ, നമ്മളിപ്പോൾ വരച്ചൊരു ബേസ്, അല്ലെങ്കിൽ ഇപ്പോൾ രംഗോലി ഇടാൻ വേണ്ടി ഒരു ഔട്ട്ലൈൻ വരച്ചപ്പോൾ ആ ഒരു തറയുണ്ടല്ലോ, ആ ഒരു ഇരിക്കുന്നൊരു ബേസ്, അപ്പോൾ ആ ഒരു ബേസിന് പറയുന്ന പേരാണ് സൈറ്റോസോൾ എന്ന് വിചാരിക്കുക. അതിനകത്ത് നമ്മൾ വയ്ക്കുന്ന പൂക്കളില്ലേ, ആ പൂക്കളാണ് ഓർഗനൽസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയും കൂടെ വെച്ചിരിക്കുകയാണ്. എന്തിനകത്ത്, സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ സൈറ്റോസോളും ഓർഗനൽസും കൂടിയുള്ള സംഭവത്തിൻ്റെ പേരാണ് സൈറ്റോപ്ലാസം. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൽ ഉള്ളിൽ നമ്മളെന്താ വെച്ചിരിക്കുന്നത്, ഓരോ ഓർഗനൽസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൂക്കളത്തിൻ്റെ ഓരോരോ പൂക്കൾ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ, അതുപോലെയാണ് ഇത്. അപ്പോൾ ഈ ഒരു സെല്ലില്ലേ, അടുത്ത സെല്ലിൽ നിന്ന് ഒരു സെല്ല്, 2 സെല്ല്, 3 സെല്ല്, അങ്ങനെ കുറേ സെല്ലുകളുണ്ടല്ലോ. അപ്പോൾ ഈ സെല്ല് അടുത്ത സെല്ലിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്, എന്ത്, പ്ലാസ്മ മെംബ്രെയിനാണ്. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലാതെ ഇനിയിപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പുറത്തുള്ളത്, അപ്പോൾ സെല്ലിൻ്റെ പുറത്തുള്ളത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, ECF എന്ന് പറയും. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഇതൊരു സെല്ലാണ്. ഈ സെല്ലിൻ്റെ ചുറ്റും ഇരിക്കുന്ന സംഭവം കണ്ടോ, വെള്ള കളർ ഇരിക്കുന്നത്, അത് ബേസ്. ആ ഒരു ബേസിന് പറയുന്നതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. പിന്നെ ഈ സെല്ലിൻ്റെ ഉള്ളിൽ കണ്ടോ, ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ പറയുന്ന ICF, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്.
അപ്പോൾ അതുപോലെ അപ്പോൾ ഇപ്പോൾ ബേസിക്കായിട്ടൊരു ഐഡിയ കിട്ടിയല്ലോ സെൽ എന്താണെന്ന്. ഇനി ഈ സെല്ലിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ കണ്ട ഓരോരോ സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഓരോരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇനി പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്, സെല്ലിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ബേസിക്സ് ആണ്. അപ്പോൾ ഈ ബേസിക് വീഡിയോയിൽ നമ്മൾ സെൽ തിയറി എന്താണെന്ന് പഠിച്ചു, സെൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കി, പിന്നെ സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കി. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈനായിട്ടൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അതാണ് ബൗണ്ടറി. അപ്പോൾ അതാണ് ബൗണ്ടറി. ആ ബൗണ്ടറിയുടെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു സൈറ്റോപ്ലാസം ഉണ്ടാവും. ആ സൈറ്റോപ്ലാസത്തിലാണ് ഓർഗനൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ കപ്പും പാത്രമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പും പാത്രമാണ് നമ്മുടെ ഓർഗനൽസ് എന്ന് പറഞ്ഞ പോലെ. പൂക്കൾ പെറുക്കി വയ്ക്കുമ്പോൾ ഓരോരോ പൂക്കളാണ് ഓർഗനൽസ് എന്ന് പറഞ്ഞ പോലെ. അതിൻ്റെ ബേസ് ഉണ്ടല്ലോ, അത് കിടക്കാതിരിക്കുന്ന ഭാഗം, അതാണ് സൈറ്റോപ്ലാസം. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് മൈറ്റോകോൺട്രിയ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡി, പിന്നെ സൈറ്റോസ്കെൽറ്റൻ. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള അടുത്ത വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സെൽ എന്താണെന്ന് നോക്കി, ഫിസിയോളജി എന്താണെന്ന് നോക്കി, ഫിസിയോളജിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. ഒരു 1/2 hour കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഫിസിയോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ, സെൽ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയല്ലോ. ഇനി ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ലൈക്ക് ആഡ് ഓൺ ചെയ്യാം. പിന്നെ എന്തെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം അടുത്ത വീഡിയോയിൽ എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ബാക്കി, അതായത് ഇതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓർഗാനിസംസ്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് എന്താണെന്ന് എടുത്ത് നോക്കി മനസ്സിലാക്കി പോകാം. അപ്പോൾ ഈ വീഡിയോസിൽ ഒരു ഡൗട്ടും കാര്യങ്ങളും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അഥവാ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി, ലൈക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ എന്തായാലും ടൈം കിട്ടുമ്പോൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം, അല്ലെങ്കിൽ സ്പെസിഫിക്കലി മനസ്സിലാവാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അടുത്ത വീഡിയോസ് അതിനെക്കുറിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയും സിമ്പിളാണെന്ന് മനസ്സിലായല്ലോ. അല്ല ലൈക്ക് ഇനിയും എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.